ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. വളരെയധികം ആദരവോടുകൂടി കാണേണ്ട ഒരു ദിവസം. നമ്മളെ അച്ഛനമ്മമാരെ പോലെ, ബന്ധുക്കളെ പോലെ, സ്നേഹിതരെ പോലെ, വീട്ടുകാരെ പോലെ, ആശുപത്രിയിൽ പോകുന്ന എല്ലാ ആളുകളെയും കാണുകയും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്ത സേവനമെന്ന് പറയും. എത്ര തന്നെ ബഹുമാനിച്ചാലും, എത്ര തന്നെ സ്നേഹിച്ചാലും, എത്ര തന്നെ നന്ദി പറഞ്ഞാലും നഴ്സുമാരുടെ പ്രവർത്തനത്തിന് പകരമാവില്ല. ഇത് കൊടുത്താലും ആവില്ല. അതൊരു വലിയ സേവനം തന്നെയാണ്. പിന്നെ ആ സേവനം ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ പറയും അത് മഹാഭാഗ്യമാണ്. ഏതോ പുണ്യം കന്നി ജന്മത്തിലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കുന്ന നഴ്സായിട്ട് ജനിക്കുന്നത്. കാരണം ഇത്രയും വലിയ സേവനം ചെയ്യാൻ മറ്റൊരു അവസരം, മറ്റൊരിടം, മറ്റൊരു പൊസിഷൻ ഇല്ല. സത്യം. ഒരു നഴ്സിനെ നമുക്ക് സഹോദരിയായിട്ടോ, അമ്മയായിട്ടോ, അതിൽ പോട്ട് കൂടുതൽ അമ്മൂമ്മയായിട്ടോ, അതിലും കൂടുതൽ പ്രായമുള്ളവരായിട്ടോ, അത് വളരെ കൊച്ചു കുട്ടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ ഇടപെടുന്നത് അങ്ങനെയാണ്. അവർക്ക് പ്രായമില്ല, ശരീരത്തിന് തടിയില്ല, മെലിഞ്ഞതാണോ തടിച്ചതാണോന്നൊന്നുമില്ല, നഴ്സാണ്. അത് അങ്ങനെയാണല്ലോ നമുക്കൊരു ഈ ഈശ്വര സങ്കല്പമുള്ളതുപോലെ ദൈവം എന്ന് പറയുന്നില്ല, അതൊരു സങ്കല്പം. നഴ്സ് എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ ഒരു രൂപമാണ്. ആ രൂപമാണ് നാം എല്ലാ നഴ്സുമാരിലും കാണുന്നത്. അതൊരു എന്താ പറയുക, ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് നഴ്സുമാർ. രാജഗിരിയിൽ നഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. എൻ്റെ വേണ്ടത്തക്കലുള്ള ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടുത്തെ നഴ്സുമാർ എന്ത് ജാഗ്രതയോടെ, എന്ത് സ്നേഹത്തോടെ, എന്ത് ആദരവോടെയാണ് രോഗികളെ ആശീർവദിക്കുന്നത്, എന്തൊരാശ്വാസമാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. രാജഗിരിക്കും രാജഗിരിക്കും അവിടെ പിന്നെ നഴ്സുമാർക്കും മറ്റ് ഡോക്ടേഴ്സിനും പ്രവർത്തിക്കുന്ന മറ്റാർക്കും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് നഴ്സസ് ഡേ ആയതുകൊണ്ട് നഴ്സുമാർ മാത്രം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സർവശക്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ പ്രാർത്ഥന ഫലിക്കണേന്ന് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ നിറച്ച് നഴ്സുമാരോടുള്ള ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം.